സംസ്ഥാനത്ത് 85-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നു. ലീഗ് മത്സരിച്ച 27 മണ്ഡലങ്ങളിൽ 21 മുതൽ 24 വരെ സീറ്റുകളിൽ വിജയിക്കും. UDF തരംഗമുണ്ടായാൽ മുഴുവൻ സീറ്റുകളിലും വിജയിക്കും. പാണക്കാട് കുടുംബാംഗങ്ങൾ നേരിട്ട് പ്രചാരണം നയിച്ചത് ഗുണം ചെയ്തു എന്നതാണ് ലീഗിന്റെ വിലയിരുത്തൽ. 27 സീറ്റുകളിലും വിജയപ്രതീക്ഷയെന്നും ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ സർക്കാരിനെതിരെ ഏകീകരണം ഉണ്ടായെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അല്ല, ഞങ്ങളതിൽ വളരെ ടൈറ്റായിട്ടുള്ള ഫൈറ്റ് 2-3 മണ്ഡലങ്ങളെ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ വിജയിക്കും. ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസം അല്ല അതിനകത്ത് ഉള്ളത്. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ഭരണ അനുകൂല വികാരം ആർക്കുണ്ടാവേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തില്ലല്ലോ. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ മാത്രമായി പരിമിതപ്പെടുത്തേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് പൊതുവെ ഒരു വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. അത് വോട്ടായിട്ടുമുണ്ട്. അതാണ് UDFന് അനുകൂലമായ കാര്യമായി മാറിയത്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് 100-ലധികം സീറ്റ് എന്നാണ്. കുറച്ചുകൂടി പ്രായോഗികമായ ഒരു കണക്ക് എന്ന മട്ടിലാണോ 85-ലധികം സീറ്റ് എന്ന് ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത്? അങ്ങനെ വരുമ്പോൾ ഏതൊക്കെ സീറ്റുകൾ എന്ന രൂപത്തിൽ കൃത്യമായ ഒരു കണക്ക് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? 27 മണ്ഡലങ്ങളിൽ 24 സീറ്റുകൾ വരെ വിജയിക്കുമെന്നുള്ളതാണ് ലീഗിന്റെ ആത്മവിശ്വാസം. അതായത് സ്മൃതി, പോളിംഗിന് മുൻപ് തന്നെ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഒരു സർവേയിൽ കൃത്യമായിട്ടും 85-ലധികം സീറ്റുകൾ ലഭിച്ച് UDF അധികാരത്തിൽ വരുമെന്നൊരു കണക്കുകൂട്ടൽ മുസ്ലിം ലീഗിന് ലഭിച്ചിരുന്നു. ഈ പോളിംഗിന് ശേഷം വലിയ പോളിംഗ് ശതമാനമൊക്കെ തന്നെ രേഖപ്പെടുത്തി മണ്ഡലം കമ്മിറ്റികളുമായി നടത്തിയ ആശയവിനിമയം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് നടത്തിയ യോഗം, ആ ഒരു യോഗത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തതിനു ശേഷമാണ് ലീഗ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 85-ലധികം സീറ്റുകൾ UDFന് നേടി UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ. ഇക്കാര്യത്തിൽ വലിയ UDFന്റെ തരംഗമുണ്ടായി കഴിഞ്ഞാൽ 100-ലധികം സീറ്റുകൾക്ക് മുകളിൽ ലഭിക്കുമെന്നും മുസ്ലിം ലീഗ് നിഗമനത്തിൽ എത്തിച്ചേരുന്നുണ്ട്. മുസ്ലിം ലീഗ് മത്സരിച്ച 27 മണ്ഡലങ്ങളിൽ 21 മുതൽ 24 മണ്ഡലങ്ങളിൽ വരെ ആ വിജയം പൂർണ്ണമായിട്ടും സംഭവിക്കും എന്നുള്ളതാണ് മുസ്ലിം ലീഗ് കണക്കുകൂട്ടുന്നത്. UDFന്റെ തരംഗമുണ്ടായി ഭരണവിരുദ്ധ വികാരം താഴെത്തട്ടിൽ ഉൾപ്പെടെ അലയടിച്ചു കഴിഞ്ഞാൽ 27 സീറ്റിലും വിജയിക്കുമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. മുസ്ലിം ലീഗിന്റെ പണക്കാട് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി പങ്കെടുത്ത് പ്രചാരണം മുന്നോട്ട് നയിച്ച് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. താഴെത്തട്ടിൽ ഭരണവിരുദ്ധ വികാരം അലയടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ ഏകീകരണം സംസ്ഥാന സർക്കാരിനെതിരെ സംഭവിച്ചിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് കണക്ക് കൂട്ടുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി അത് സ്ഥിരീകരിക്കുന്നുണ്ട്. UDFന്റെ വിജയം, അതായത് UDF അധികാരത്തിൽ വരുമെന്നുള്ളത് CPMന്റെയും BJPയുടെയും ക്യാമ്പുകൾ സമ്മതിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. അത്രയധികം പ്രശ്നം സംസ്ഥാനത്തുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് UDF വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ അധികാരത്തിൽ വരുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള തർക്കവും ഉണ്ടാകില്ല. മുഖ്യമന്ത്രി നിർണയത്തിലാണെങ്കിലും ബാക്കിയുള്ള മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ തന്നെയാണെങ്കിലും മുന്നണിയിലും കോൺഗ്രസ് പാർട്ടിക്കകത്തും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ജനഹിതം മാനിച്ചുകൊണ്ട് അതൊക്കെ തന്നെ പ്രശ്നങ്ങളില്ലാതെ ശരിയാക്കുമെന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിന് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെന്ന മുന്നറിയിപ്പും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. സാധാരണ കോൺഗ്രസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത്തവണ ഇല്ലാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് മുസ്ലിം ലീഗ് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപമുഖ്യമന്ത്രി പദമടക്കമുള്ള കാര്യങ്ങൾ അത് ഇപ്പോൾ ചോദിക്കുന്നില്ല. അർഹതയുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക് തങ്ങൾ കടക്കുന്നില്ല എന്നുകൂടിയല്ലേ ലീഗ് പറയുന്നത്? മുബഷീർ, തീർച്ചയായും പോളിംഗിന് മുൻപ് തന്നെ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കാൻ CPMും BJPയും ഉപയോഗിച്ചിരുന്ന സമ്മർദ്ദതന്ത്രം മുസ്ലിം ലീഗ് ഉപയോഗിക്കും. UDF അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും, അധിക മന്ത്രി സ്ഥാനം ചോദിക്കും എന്നുള്ളതായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. അതിനെതിരെ ശക്തമായ മറുപടി തന്നെയാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള സമ്മർദ്ദ ശക്തിയായി മാറാൻ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്ന ഒരു കാരണത്തും അങ്ങനെ ആയിട്ടില്ല. മെറിറ്റുത്രമേ മുസ്ലിം ലീഗ് പ്രവർത്തിക്കും. മാനിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ മുസ്ലിം ലീഗ് ഇടപെടൂ. ഒരു സമ്മർദ്ദത്തിനും മുസ്ലിം ലീഗ് മുന്നോട്ട് പോകില്ല. മുന്നണിയുടെ സമവാക്യങ്ങൾ ഉൾപ്പെടെ മാനിച്ചുകൊണ്ടുള്ള നീക്കുപോക്കുകൾ മാത്രമായിരിക്കും മുസ്ലിം ലീഗ് നടത്തുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടത് എല്ലാ കാലത്തും ലഭിച്ചിട്ടുണ്ട്. മുന്നണിയിൽ ആ പ്രാതിനിധ്യം പരിഗണന ലഭിച്ചിട്ടുണ്ട്. ഇത്തവണയും അതുണ്ടാകും. ബാക്കിയുള്ളതൊക്കെ തന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ്, വാദങ്ങളാണ്. അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു. രാഷ്ട്രീയ എതിരാളികളുടെ കുതന്ത്രങ്ങൾ മാത്രമായിരുന്നു അത്. ഈ പോളിംഗ് ശതമാനത്തോടുകൂടി അതൊക്കെ തന്നെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. മുസ്ലിം ലീഗും UDF കോൺഗ്രസും വലിയ കുതിപ്പ് നടത്തുമെന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി ഇക്കാര്യത്തിൽ മറുപടി പറയുന്നത്. കഴിഞ്ഞ ദിവസം മുനമ്പർലി തങ്ങൾ നടത്തിയ ഒരു പരാമർശം അത് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടൊരു പ്രചാരണം ശക്തമായിട്ടുണ്ടായിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് PK കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രി പദവി പോലെയുള്ള ഒരു പദവിയും ഉന്നയിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്താൻ ലീഗില്ല എന്ന് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തും തന്നെ ഒരു തരത്തിലുള്ള വികാരം എല്ലാ തരത്തിലും അത് സഹായിക്കും. ഏകീകരണം എന്നുള്ളത് ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല, പൊതുവെ ജനങ്ങൾ ഏകീകരിച്ചിരിക്കുന്ന സർക്കാരിനെതിരെ ഒരു എതിർവികാരം ശക്തമാണ്.
എന്നത് തന്നെയാണ് ലീഗിന്റെ വിലയിരുത്തൽ എന്നാണ് ബഷീർ റിപ്പോർട്ട് ചെയ്തത്. 85-ലധികം സീറ്റുകൾ നേടി ഭരണത്തിലേറും എന്നാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ.